എല്ലാ മതങ്ങളെയും ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം, വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തിന് മുമ്പായി കാഴ്ചവെച്ചത്. ഏറ്റവും വലിയ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ജിഹാദ് നിരോധിച്ചു. ജിഹാദ് എന്ന് പറഞ്ഞ വാള് കൊണ്ടുള്ള ജിഹാദ്. അദ്ദേഹം ജിഹാദ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു ബന്ധവും ഇല്ല. കർണാടിയിൽ വന്ന് സാധനം വാങ്ങാൻ വേണ്ടി മീൻ വാങ്ങാൻ വന്ന് പറഞ്ഞ ആൾക്കാരെ അവര് മുസ്ലിം അല്ല എന്നുള്ള പേരിൽ അവരെ ബോംബിട്ട് തകർക്കാൻ ഏത് ഇസ്ലാമാണ് നിങ്ങളോട് പറയുന്നത്? നമ്മളൊന്നും ഉപദ്രവം മതപരമായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാരെ തകർത്തെറിയാൻ ഏത് മതമാണ് ആരോടാണ് പറയുന്നത്? ഇങ്ങനെയുള്ള അനിസ്ലാമികപരമായ കൊലയെയും ഞാൻ നിരോധിക്കുന്നു. അതല്ലാതെ മറ്റു ജിഹാദുകളെ നിരോധിക്കില്ല. അതും ഈ പണ്ട് കാലത്ത് വളരെ ഒറ്റപ്പാടുണ്ടാക്കിയത്. പക്ഷെ ഇന്ന് മാത്രമേ സാർ പറയുവാറേ എന്ന് എനിക്കറിയില്ല. ഇന്ന് എല്ലാവരും തന്നെ ജിഹാദിന്റെ ട്യൂണൊക്കെ മാറ്റി 100 വർഷം മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പറഞ്ഞ വജന്താപ്പല പറഞ്ഞ ജിഹാദിലേക്ക് മുസ്ലിം സംഘടന വരികയാണ്. രക്ഷയില്ലാത്തതുകൊണ്ടാണ് അവർ വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ലോകത്ത് ഒരു വലിയ ന്യൂ വേൾഡ് ഓർഡർ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അൽ വസിയത്ത് എന്നൊരു പദ്ധതി ഇവിടെ വെച്ചിരുന്നു. എന്താണ് അൽ വസിയത്ത്? അൽ വസിയത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തിന്റെ 10-1 ജമാഅത്തിനായിരിക്കും, സദറഞ്ഞിനാവുകാരായിരിക്കും. അത് ലോകത്തുള്ള ആർക്ക് അഹമ്മദികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഈ കാര്യം ചെയ്താൽ ചെയ്യാം. 10-1 മുതൽ 3-1 വരെ. ഈ ഒരു സംവിധാനം എന്തിനാണ്? നിങ്ങൾ കണക്ക് കൂട്ടും ഇതൊക്കെ എന്തിനാണ്? ഇവരുടെ പൈസ ഇട്ടുള്ള പരിപാടിയല്ല സുഹൃത്തുക്കളെ. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സാമ്പത്തിക ശ്രമം നിസ്തുലമാണ്. നിങ്ങൾ മൗലവി സാഹിബിനോട് ചോദിച്ചു, പുറത്തു വന്നല്ലോ 6 വർഷം മിഷനറി ആയിട്ട് പ്രതിമന് പുസ്തകം ഒന്നും തൊട്ടിട്ടില്ലെങ്കിലും മിഷനറി വർക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ. സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഖുർആാനൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കൽ. പണ്ടൊക്കെ പറഞ്ഞ ഖുർആാനല്ല ഇവർ പഠിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഖുർആാനാണ് പഠിപ്പിക്കുക. പക്ഷെ ആൾക്കാരിങ്ങനെ ഉറങ്ങിയിട്ടാണ് കേൾക്കാനാണ്. ഖുർആൻ ദർശമൊക്കെ ഉണ്ടാവും, പക്ഷെ ഉറങ്ങിയിട്ടാണ് കേൾക്കുക. നോക്കട്ടെ, നമുക്കാണ് ഓർത്താം. പള്ളിയിൽ ഒറ്റപ്പാടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് പറയാം. അതുകൊണ്ട് ഇത് വിട്ടുപോകാനില്ലല്ലോ. പറഞ്ഞ പോലെ നല്ല കാര്യമായിട്ട് പോകണമെന്നൊക്കെ. ഇവിടെ ഇന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചത് സാമ്പത്തിക ക്രമം ജമാഅത്തിന്റെ എന്നാണ്. ഇത്രയും പക്ക ഏത് സ്ഥലത്തും എവിടെ പോയാൽ ചെക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഉള്ളൊരു ബൈത്തുൽ സംവിധാനമാണ് ഈ നവലോക ക്രമം എന്ന ന്യൂ വേൾഡ് ഓർഡർ. ഓരോ വ്യക്തിയും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ചു വസിയത്ത് ചെയ്യാത്തവര് ഇന്ന് പുറത്താണ് ആരും പറയുന്നത്. അവര് ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ 10-1 വസിയത്ത് ചെയ്യാം, 3-1 വരെയാകാം. ഇപ്പൊ എനിക്കൊരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഞാനത് വസിയത്ത് ചെയ്യാൻ 1 ഏക്കറ ജമാഅത്തിന് ചെയ്യും. ഞാൻ മരിക്കുന്നത്. എനിക്ക് 9 മക്കളുണ്ടെങ്കിൽ ആ 9 മക്കൾക്ക് ഞാൻ ഈ ആൺമക്കളായിരിക്കട്ടെ അവർക്ക് ഞാൻ ഈ സ്വത്ത് വീതിച്ചു കൊടുക്കും. 9 എനിക്ക് ശേഷം അവർക്ക് കിട്ടി, 9 ഏക്കറിന് അവർക്ക് കിട്ടി. അവർ ഓരോരുത്തരും തന്നെ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ഏക്കറുടെയും 10 സെന്റ് വീതം വീണ്ടും ജമാഅത്തിന് 90 സെന്റ്. അടുത്ത തലമുറ 1 ഏക്കറെ 90 സെന്റും 2 തലമുറ ഞാൻ കഴിഞ്ഞ എന്റെ മക്കളും വഫാത്താകുമ്പോൾ ജമാഅത്തിന് കിട്ടി. കുറച്ച് തലമുറ കഴിയുമ്പോൾ ഈ 10 ഏക്കറിൽ നിന്ന് എത്ര സ്വത്താണ് ജമാഅത്തിന് കിട്ടല്? ഇതെന്തിനാണ് ഭാഗത്തിന് ശേഷം പറയാൻ വരുമ്പോൾ ഇവിടെ ആവശ്യ വിധവകളുണ്ടെങ്കിൽ അവർക്ക് പാർപ്പിടം, അവരുടെ ചെലവ്, അതേപോലെ തന്നെ സാധുക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, റോഡ് വികസനം, വെള്ളമില്ലാത്തൊരു വെള്ളം. ഇന്നിപ്പോ ആഫ്രിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ബുയൂത്തുൽ ഹംദ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നു. പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഖിദ്മത്തെ ഖൽക്ക് എന്ന് പറഞ്ഞ അശരണായിരിക്കുന്ന ആൾക്കാർക്ക്, വിധവകൾക്ക്, അവർക്ക് ഓരോ ജമാഅത്തും തന്നെ പറയല് ഇത്രയും ആൾക്കാരിവിടെ ഉണ്ട്, അവർക്ക് മാസത്തിൽ ഇത്ര വസീഫ. കേട്ടിട്ടില്ലേ പണ്ട് കാലത്തൊക്കെ ഉമർ റളിയല്ലാഹു കാലത്തൊക്കെ വസീഫ ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് കൊടുക്കണം. ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി അത് ബൈത്തുൽ നമ്മൾ വസീഫ കണക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടേതായിരിക്കുന്ന ബജറ്റ് അനുസരിച്ചുകൊണ്ട് അതവർ നോക്കി എവിടെയാണ് ആവശ്യം. ഇതൊക്കെ മൗലവി ചോദിച്ചു, അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ ഓരോരുത്തരെ ആവശ്യങ്ങൾ നോക്കി ആ പ്രാദേശിക കമ്മിറ്റി അത് റിപ്പോർട്ട് നൽകുന്നു, സോണൽ അമീർ റിപ്പോർട്ട് നൽകുന്നു. എന്നാൽ കേന്ദ്രത്തിൽ അവരുടേതായിരിക്കുന്ന ആ വർക്കിംഗ് ആ കമ്മിറ്റിയിൽ അത് വെക്കുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനം ഹുസൂറിനെ അറിയിക്കുന്നു. ഹുസൂർ ഫണ്ട് അനുസരിച്ചുള്ള ഈ കാര്യങ്ങൾ അനുവദിക്കുന്നു. ഇങ്ങനെ സുതാര്യമായ ഒരു സാമ്പത്തിക ക്രമവും അതേപോലെ നവലോക ക്രമവും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇനി ഇതിന്റെ വരുതിയിലായിരിക്കും.
അഹമ്മദിയ മുസ്ലിം ഞങ്ങളൊരു ചെറിയ എന്തോ ഒരു നാളെ വിജയിക്കും, ലോകം മുഴുവൻ കീഴ്പ്പെടുത്തുമെന്നൊരു ദിവാ സ്വപ്നമല്ല സുഹൃത്തുക്കളെ. വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഒറ്റയടിക്ക് ആൾക്കാരാണ് വരുന്ന ഞങ്ങൾ പേടി. ഇവരെ നോക്കണ്ടേ, അതിന് ബാധ്യത. അതുകൊണ്ടാണ് ഹുസൂർ കഴിഞ്ഞ 2005 വസിയത്തിനെ സംബന്ധിച്ച് ഒന്നുകൂടി ജമാഅത്തിന് ഉണർത്തുകയും അങ്ങനെ ഇത്രയും ആൾക്കാരെങ്കിലും വസിയത്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ആഗ്രഹമുണ്ട്. അതനുസരിച്ച് ഹുസൂർ ലോകത്ത് വമ്പൻ പ്രോഗ്രാമുകൾ ഇടുകയും ചെയ്യാണ്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് എതിരാളികൾ പോലും സമ്മതിക്കുന്ന പല കാര്യം. തർജുമാനുൽ ഖുർആനിൽ അന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഈ വളർച്ച കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? मैं अक्सर औकात इस पर गौर करता हूँ कि क्या वजह के मिर्जा गुलाम अहमद अलैहिस्सलाम को अपने मिशन में इस कदर कामयाबी हासिल होती है. ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ഇത്രമാത്രം വിജയം ഉണ്ടാകുന്ന തർജുമാനുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൗദൂദി സാഹിബ് ഇറക്കുന്ന റിസാലയുടെ അതിന്റെ മുദീർ, അതിന്റെ എഡിറ്ററാണ് ഈ കാര്യം എഴുതുന്നത്. ഇത്രമാത്രം അവർക്ക് വിജയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മുझे मिर्जा साहिब की कामयाबी का सिलसिला लामुतला ही नजर आता है. മിർസാ സാഹിബിന്റെ വിജയം, മിർസാ ഗുലാം ഖാദിയാനിയുടെ വിജയം അത് അനന്തമായി നീണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. और जिस वक्त मिर्जा साहिब के मुखालिफों की नामुरादियों पर गौर करता हूँ तो वो भी बेहद वो एहसास नजर आती है. അതേപോലെ തന്നെ മിർസാ സാഹിബിന്റെ എതിരാളികളുടെ കണക്കുകൾ അവരുടേതായിരിക്കുന്ന ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവരോടും വളരെ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഖുദാ और उसके रसूल के मुकाबला पर खड़ा होता है. ഒരാൾ അദ്ദേഹത്തിന്റെ ഈ മൗദൂദി സാഹിബിന്റെ ആളാണല്ലോ, അദ്ദേഹം എഴുതിയ ഒരാള് അള്ളാഹുവിന്റെ റസൂലിനെ എതിരിൽ നിൽക്കുന്നു. നായിബിനെ റസൂൽ को ചാലഞ്ച് करता है. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രതിനിധികളെ അദ്ദേഹം ചാലഞ്ച് ചെയ്യുന്നു. कि तुम सब मिलकर भी मेरे मिशन को नहीं फेल नहीं कर सकते. നിങ്ങൾ എല്ലാവരും ചേർന്നാലും എന്റെ പ്രസ്ഥാനത്തിന് പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ഖുദാ की ताईद मेरे शामिल है. അള്ളാഹുവിന്റെ സഹായം എന്നോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം വീരവാദം മുഴക്കുന്നു. तो जब भी मेरे मुकाबले पर आओगे हर मुस्तवा दलील व नामुराद हो जाओगे. എന്നെ നേരിടാൻ വന്നാൽ പരാജിതരും നിന്ദിരുമായി നിങ്ങൾ മാറുന്നതാണ്. और यही मेरी नबी होने के सबसे बड़ी दलील है. എന്റെ നബിയാണെന്ന് ഏറ്റവും വലിയ തെളിവാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. हम देखते हैं कि ऐसा ही होता है. എന്ന് നമ്മളെല്ലാവരും കാണുന്നതും ഇതേപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മീർദായിयों की हिफाजत के सामने गैब से पैदा हो जाते हैं. മീർദായികളുടെ കാര്യാനികൾ ഇവർ പറയുന്ന ഭാഷയിൽ പറയാണ്, മീർദായികളുടെ സഹായത്തിന് ഗൈബിൽ നിന്നാണ് അല്ലാഹു ഇവിടെ സഹായം ഇറങ്ങുന്നത്. दूसरी तरफ मिर्जाइयों के मुखालिफिन की तबाही के सामान भी गैब से ज़ाहिर हो जाते हैं. ഈ മീർദായികളെ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഈ തന്ത്രങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാമുകളും ഗൈബിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. जरा सच्चे रसूल की खतब नबुव्वत की हिफाजत करने वालों की नाकामयाब और तबाहियां सामने लाइए. ഖാതമുൻ നബിയീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംരക്ഷിക്കാനെന്നുള്ള പേരിൽ ഇവിടെ രംഗത്തിറങ്ങിയവരുടെ പരാജയം നിങ്ങൾ മുന്നിൽ കാണുക. കിസ്കദർ ജോർദാർ തഹരീക്ക് ഉठी थी. എത്ര ശക്തമായിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവർക്കെതിരിൽ ഉണ്ടായിരുന്നത്. അവർ കൈസെ ഹമേശക്കലെ ഖത്തം ഹോക്കർ രഹി. പക്ഷെ ഇവരെല്ലാം അവസാനിച്ചു പോയി. ഇത് അഹമ്മദികളുടെ ഇതല്ല, മൗദൂദി സാഹിബിന്റെ തർജുമത്തുൽ ഖുർആൻ. ഇത് 1934 എഴുതിയതാണ്. തർജുമത്തുൽ ഖുർആൻ അഗസ്റ്റ് 1934, പേജ് 87-88. അങ്ങനെയുള്ള എത്രയോ പ്രസാദിന്റെ മുമ്പിലുണ്ട്. പക്ഷെ അതൊന്നും എഴുതി പറയുന്നില്ല. അഹമ്മദിയ മുസ്ലിം ഒരു വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതികളായിട്ട് അതാണ് അൽ ജമാഅത്ത് റസൂൽ ചേരാൻ പറഞ്ഞത്. അൽ ജമാഅത്തിന് സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും. ആ ജമാഅത്ത് ആ സംവിധാനത്തിലൂടെ ഇതിന്റെ നിസാമുണ്ട്, ശക്തമായ നിസാം. ഈ നിസാമിലൂടെ ഇത് ഉത്തരോത്തരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ലോകത്തുള്ള ഒരു ശക്തിക്ക് തന്നെ ഇത് തകർക്കാൻ സാധ്യമല്ല. 1000 ഒഴിഞ്ഞു പോയാലും ഇതിനൊരു പ്രശ്നവുമില്ല. കാരണം അള്ളാഹുവിനാണ് നട്ടച്ചെടിയാണ്. ഞാൻ ഇന്നലെ കേൾപ്പിച്ചു, മലക്കൾ ചീപ്പാകരൊക്കെ മലക്കൾ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പോയാലും ഇവിടെ ഇരിക്കുന്നവരെല്ലാം പോയാലും അഹമ്മദിയത്തിന് കോട്ടം പറ്റില്ല. അഹമ്മദിയത്ത് അള്ളാഹുവിന് നട്ടച്ചെടിയാണ്. ഞങ്ങൾക്ക് ഈ കാര്യം ഇന്ന് മനസ്സിലായി, നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ ഖുദാക്കശയ അള്ളാഹുവിന്റെ സിംഹത്തെ തൊട്ട് കളിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും തന്നെ
ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകളെ കൊണ്ട് പേടിച്ച് തളരുന്ന പ്രസ്ഥാനമല്ല അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. ये खुदा का हाथ का लगाया हुआ पौधा है, ये बढ़ेगा, फूलेगा और तमाम दुनिया में फैलेगा. ഇത് വളരും, വ്യാപിക്കും, ലോകം മുഴുവനും ഇത് വളരും. ലോകം ഇതിന്റെ കുടിക്ക് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേരാം. സലാത്ത് എന്താണെന്ന് പഠിക്കാം, തൗഹീദ് എന്താണെന്ന് പഠിക്കാം, വിശുദ്ധ ഖുർആൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ ഈ ആഗോള സംവിധാനത്തിലേക്ക് നമുക്ക് വരാം. ഈ സംവിധാനത്തിലേക്ക്, സ്ഥായിയായ ഈ സംവിധാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.